1 2 3 4 5 6 7 8 9 10 10. നമസ്കാരമുണ്ടേ. വീടി പൂക്കി അങ്ങ് തൂക്കി. കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ പൂക്കിയ ഇപ്പോൾ ചർച്ചാ വിഷയം. ഞാൻ ഇന്നലെ അത് അറിയാം. ഒരു പയ്യൻ അദ്ദേഹ പ്രായമുണ്ട്, ഒരു പയ്യനാണ് എന്നോട് ചോദിച്ചത്. അത് എനിക്കൊരു വാത്സല്യം കൊണ്ട് കാണിച്ചാണ്. പൂക്കിയും തൂക്കി ഇപ്പോൾ പോക്കറ്റിലിട്ട് വീടി കേരളം മുഴുവൻ അങ്ങ് പറന്നു നടക്കുകയാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ താരമായി. സത്യപ്രതിജ്ഞയ്ക്ക് തലേദിവസം മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. സാറേ, മോഡിഫിക്കേഷൻ കണ്ടോ? ഇങ്ങനെയാണ് വീടി തൂക്കിയത്. കൊള്ളാം അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. കറക്റ്റ്. കൂട്ടായ പരിശ്രമം, തൊഴിലിനോടുള്ള ആത്മാർത്ഥത, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാം. പിണറായി ദൈവത്തെ എങ്ങനെ പറഞ്ഞുവിടാമെന്ന് കാത്തിരുന്ന കേരളത്തിന് കിട്ടിയ മുത്താണ് താങ്കൾ. പറഞ്ഞത് മനസ്സിലായില്ലോ? മനസ്സിലായി. കളവ് ചതിയും വഞ്ചനൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം. വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാം. എന്നാൽ ഈ നിമിഷം മുതൽ നമ്മൾ ഒറ്റക്കെട്ട്. പരമശിവന്റെ കഴുത്തിലെ നാഗത്തിൻ്റെ പേരാണ് വാസുകി. വാസുകി എപ്പോഴും നമ്മൾ ശിവനെ കാണുന്ന അതേ സമയം തന്നെ വാസുകിയെയും അതേ മുഖത്തിൽ തന്നെ ഒരേ സമയത്ത് കാണാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വീഡിയോയുടെ പുറകിൽ നിറഞ്ഞു നിന്ന വാസുകി. അന്ന് തന്നെ വീഡിയോയോടൊപ്പം വൈറലായ വാസുകി. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ, തമിഴ്നാടിൻ്റെ പൊണ്ണ്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഐഎഎസുകാരി. മോഹൻലാലിനെ കൂട്ടുപിടിച്ച് ഇതാ കേരളത്തിൽ ഞാൻ അങ്ങ് സ്വന്തമാക്കി എന്നാണ് ചിലവരുടെയൊക്കെ സ്വപ്നമായിരുന്നത്. ഇന്ന് അതെല്ലാം മാറിപ്പോയി. പശുവിനെയും പിടിച്ചുകൊണ്ട് കേരളിൻ്റെ കുറ്റിയിൽ കെട്ടിക്കൊണ്ട് ഇപ്പോൾ പിണറായി വീട്ടിലിരിക്കുകയാണ് പാലിന് വേണ്ടി. പാലും കുടിച്ചിരുന്നോളാൻ കേരള ജനങ്ങൾ അങ്ങ് പറഞ്ഞു വിട്ടേക്കുവാണ്. രാഹുൽ ഗാന്ധിയും വീഡിയും അല്ല പൂക്കിയും എന്തോ ഒരു പ്രശ്നത്തിലാണ്. അയൽവക്കത്തെ വീട്ടിലെ അതിർത്തി തർക്കം പോലെ. കണ്ടു നോക്കൂ അല്ലേ, എന്തോ ഉണ്ട്.